ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൻസ്. അങ്ങനെ എന്റെ 6ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൻസിന്റെ സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഓക്കെ, എടാ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ലെറ്റ് സേവ് ഫോർ ദി ഫ്യൂച്ചർ അഥവാ സ്വരുക്കൂട്ടാം കരുതി വെക്കാം എന്നുള്ള ചാപ്റ്റർ ആണ് പഠിച്ചത് അല്ലേ. ഇത് ഫുള്ള് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ക്വിക്കായിട്ട് നമുക്ക് ചാപ്റ്റർ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പഠിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് നേരെ പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും വേഗം സ്റ്റഡി മെറ്റീരിയലും ടെക്സ്റ്റും നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് ഉഷാറായിട്ടിരിക്കാം, കട്ടയ്ക്ക് നിന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. നമ്മളിവിടെ ഫെഡറൽ ബാങ്ക് അതേപോലുള്ള കുറച്ച് ബാങ്കുകളൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അല്ലേ. RBI, ഫെഡറൽ ബാങ്ക്, അതേപോലെ തന്നെ ടീച്ചറും കുട്ടിയും തമ്മിലൊരു കോൺവെർസേഷനും അതിൽ നിന്ന് നേരെ നമ്മൾ സേവ് ചെയ്യാനായിട്ട് കുടുക്കയൊക്കെ തുടങ്ങാനായിട്ട് എല്ലാവരോടും പറഞ്ഞിരുന്നു. ഓക്കെ, എന്നിട്ട് ഫണ്ടൊക്കെ ഇട്ട് തുടങ്ങിയോ? കുടുക്ക മേടിച്ചോ? എത്ര പേര് കുടുക്ക മേടിച്ചോ? ഫണ്ടൊക്കെ ഇടുന്നവരുണ്ട്? ഡെയിലി 1 രൂപയോ 2 രൂപയൊക്കെ വീതം ഇടുന്നവരുണ്ട്? ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ ചാറ്റ് ബോക്സിൽ. ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഞാൻ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എടാ, അപ്പൊ നമ്മള് നേരെ ഇതിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ബാങ്ക് എന്താണെന്നും ബാങ്കിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ചരിത്രമൊക്കെ പറഞ്ഞു. നേരെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എന്തായിരുന്നു? ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നത് എങ്ങനെയാണെന്നും ഒരു 3-4 വർഷം നമ്മൾ പറഞ്ഞു അല്ലെ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനെ കുറിച്ചും അതേപോലെ നെടുങ്ങാടി ബാങ്കിനെ കുറിച്ചും, കേരളത്തിലെ ആദ്യത്തെ ബാങ്കും, അതേപോലെ RBI 1935 ഏപ്രിൽ 1-ാം തീയതിയാണ് വരുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളതായിരുന്നു അല്ലെ. വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മളൊന്ന് പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഇഷ്യൂ ഓഫ് കറൻസി നോട്ടുകൾ അച്ചടിക്കുക, കൺട്രോളിംഗ് ക്രെഡിറ്റ് വായ്പ നിയന്ത്രിക്കുന്നു, അതേപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്നും ബാങ്കർ ടു ദ ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ നേരെ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അടുത്ത് നോക്കിക്കടാ, ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിക്ഷേപങ്ങളും അതേപോലെ തന്നെ വായ്പ സ്വരൂപിക്കുന്നവരെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. നിക്ഷേപകർ, ഡെപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും കേട്ടോ. വായ്പ സ്വരൂപിക്കുന്നവരെ ബോറോവേഴ്സ് എന്നും അതേപോലെ തന്നെ നിക്ഷേപകരെ ഡിപ്പോസിറ്റേഴ്സ് എന്നും നമ്മൾ വിളിക്കും. അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. യെസ്, ഈ ഡിപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും രണ്ടും ഒരേ ആളുകൾ തന്നെയാണ്. ഡിപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും രണ്ടും ഒരേ ആളുകൾ തന്നെയാണ്. ഇവിടെയും ഇൻഡിവിജ്വൽസ് വ്യക്തികളുണ്ട്, അവിടെയും ഇൻഡിവിജ്വൽസും വ്യക്തികളുണ്ട്. ഇവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയും ഗവൺമെന്റ് ഉണ്ട്, അവിടെയും ഗവൺമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും നിക്ഷേപകരും അതേപോലെ തന്നെ വായ്പ സ്വീകരിക്കുന്നവരും, ഡിപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും രണ്ടും സെയിം ആളുകൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും അത് തന്നെയാണ് എളുപ്പം. ഓക്കെ, ഇന്ന് നോക്കിക്കേടാ, വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ ബാങ്ക്സ്? ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഫങ്ഷൻസ് നോക്കാം നമുക്ക്. ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നാണ് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് അല്ലെ. എന്താണ്? വായ്പകൾ അല്ലെങ്കിൽ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, നിക്ഷേപങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആരുടെ പക്കൽ നിന്നാണ് ഈ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്? ഫ്രം ദ ഇൻഡിവിജ്വൽസ് അല്ലെ, വ്യക്തികളുടെ പക്കൽ നിന്നും, ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളിൽ നിന്നും, സർക്കാരിൽ നിന്നും, ഗവൺമെന്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. They return the deposits with the interest after a specified period അല്ലെ. ഈ നമ്മൾ ഈ നിക്ഷേപിച്ച തുക ഒരു പർട്ടിക്കുലർ പീരീഡ്, ഒരു കാലാവധിക്ക് ശേഷം എന്ത് ചെയ്യും? പലിശ സഹിതം, പലിശയോടുകൂടി നമുക്ക് തിരികെ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ ബാങ്കുകൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, they also lend money to those in need അല്ലെ. ഈ നിക്ഷേപങ്ങൾ വായ്പകളായി ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യുന്നു. ബോറോവേഴ്സ് മേടിക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? റീപേ ദി എമൗണ്ട് വിത്ത് ദ ബാങ്ക് വിത്ത് ആൻ ഇൻട്രസ്റ്റ്. വായ്പ എടുത്താൽ പലിശയോടെ തുക തിരിച്ചടയ്ക്കുന്നു. A banker is a person or establishment that carries out the banking business. ബാങ്കിംഗ് വ്യവസായത്തിൽ അഥവാ പ്രവർത്തിക്കുന്ന വ്യക്തിയെ ബാങ്കർ എന്ന് നമ്മൾ വിളിക്കുന്നു. ബാങ്കിംഗ് വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബാങ്കർ എന്ന് വിളിക്കുന്നു. നോക്കടാ, ബാങ്ക്സ് ആർ ദ ഇന്റർമീഡിയേറ്ററീസ് ബിറ്റ്വീൻ ഡിപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. ബാങ്കുകളാണ് നമ്മുടെ നിക്ഷേപകരുടെയും അതേപോലെ തന്നെ വായ്പ സ്വീകരിക്കുന്നവരുടെയും മധ്യവർത്തികളായി അല്ലെങ്കിൽ മിഡിൽ മാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? നിങ്ങൾ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? നോക്കാം നമുക്ക്. ബാങ്ക് ഈ പറഞ്ഞ പോയിന്റ് ശരിയല്ലേ? ആക്ച്വലി ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? കളക്ടിങ് മണി ഫ്രം ദ ഡിപ്പോസിറ്റേഴ്സ്, നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലെൻഡ് ഇറ്റ് ടു ദ ബോറോവേഴ്സ്, എന്താണ്? ആവശ്യമുള്ളവർക്ക് വായ്പ
കടം കൊടുക്കുന്നു എന്നുള്ള ഫംഗ്ഷൻ ആര് ചെയ്യുന്നതാണ്? ബാങ്ക് ചെയ്യുന്നതാണ്. ബാങ്ക് മേടിക്കുന്നു, കൊടുക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? പലിശയുണ്ട് അല്ലെ? കൃത്യമായ ഒരു പലിശ ചാർജ് ചെയ്തുകൊണ്ടാണ് ബാങ്കുകൾ ഇത് മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ദ ബോറോവേഴ്സ്, ബോറോവേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അഥവാ വായ്പക്കാരിൽ നിന്ന് ലഭിക്കുന്ന പലിശ എന്ത് ചെയ്യുന്നു? നിക്ഷേപകർക്ക് കൊടുക്കുന്നു. പലിശ നിക്ഷേപകർക്ക് നൽകുന്നു. അതായത് ഞാനാണ് ഇവിടുത്തെ ബോറോവർ. ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിന് എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പലിശ തരണം അല്ലെ? ആ പലിശ നിങ്ങൾക്ക് ഞാൻ തരുന്നു. അത് ബാങ്ക് മേടിച്ചില്ലേ അല്ലെ? അത് നമുക്ക് ഒന്നുകൂടി പറയാം. ഇവിടെ നടുക്ക് നിൽക്കുന്നത് ബാങ്ക് ആണ്. ഓക്കെ, ഞാനാണ് ഇവിടുത്തെ ബോറോവർ, നിങ്ങളാണ് ഇവിടുത്തെ ഡിപ്പോസിറ്റർ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ബാങ്കിനോട് എന്നിട്ട് പറയണം, ബാങ്ക് എനിക്ക് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാങ്ക് എന്ത് ചെയ്തു? ഈ 2 ലക്ഷം രൂപ നിങ്ങൾ എന്ന് പറയുന്നത് ഡിപ്പോസിറ്റേഴ്സ് അഥവാ നിക്ഷേപകര് നിങ്ങൾ കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ട് 2 ലക്ഷം രൂപ എടുത്ത് ബാങ്ക് എനിക്ക് തന്നിട്ട് പറയാണ്, 3 വർഷം സമയമുണ്ട്, ഈ 3 വർഷം കഴിയുമ്പോൾ ഇത് തിരിച്ചു തരണമെന്ന് പറയാണ്. ഓക്കെ, ശരി, കഴിഞ്ഞല്ലോ. അപ്പൊ ഈ 3 വർഷം കഴിഞ്ഞ് ഞാൻ ഈ 2 ലക്ഷം രൂപ ബാങ്കിന് കൊടുക്കുമ്പോൾ ഞാൻ എന്തുകൂടി ചേർത്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് അഥവാ പലിശ കൂടി ചേർത്ത് വേണ്ടേ ഞാൻ ബാങ്കിന് കൊടുക്കാൻ? ബാങ്ക് ആ പലിശ എന്ത് ചെയ്യും? നേരെ നിങ്ങൾക്ക് തരും, ഡിപ്പോസിറ്റേഴ്സിന്. ഇതാണ് ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ. സോ ഇതിന്റെ ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ട് അഥവാ ഇന്റർമീഡിയേറ്ററി, കണ്ടോ, ഇടനിലക്കാരനായിട്ട്. അപ്പൊ എന്താ പറയുന്നേ? ഇടയിലൊരു കണ്ണിയോ ഇടനിലക്കാരനോ ആയി പ്രവർത്തിക്കുന്ന ആള് മാത്രമാണ് ആര്? ബാങ്കുകൾ എന്നുള്ളത് അല്ലെ? അപ്പൊ എന്താണ്? ഇൻ ദ വേ ബാങ്ക് ഹെൽപ്സ് ഇൻ ഫ്ലോ ഓഫ് മണി ആൻഡ് പ്രൊമോട്ട് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി. ഇതേ രീതിയിൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പണമൊഴുക്കിനെ സഹായിക്കുകയും അതേപോലെ തന്നെ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ അല്ലെ എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആരാണ്? ബാങ്കുകൾ തന്നെയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? നോക്കിക്കേടാ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞു ബാങ്ക് ഇടനിലക്കാരനാണ്, ഇവരാണ് പലിശ മേടിച്ചത്, ബാങ്ക് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബാങ്കിന് എന്താണ് ഇതിനുള്ള ഒരു ലാഭം? ബാങ്കിന് എന്തെങ്കിലും ലാഭം വേണ്ടേ? ഇപ്പോ എ എന്ന് പറയുന്ന ആള് 2 ലക്ഷം രൂപ ബാങ്കിന് കൊടുക്കാണ്. ഈ 2 ലക്ഷം രൂപ കൊടുത്തപ്പോ ഇതിൽ 10,000 രൂപ പലിശയാണെങ്കിൽ ബാങ്ക് ഈ 10,000 രൂപ പലിശ സ്വീകരിച്ചിട്ട് ബിക്ക് ബാങ്ക് ഈ പലിശ കൊടുക്കുന്ന 10,000 രൂപയും കൊടുക്കോ? ഇല്ല. ബാങ്ക് അതില് ബാങ്കിന്റെ ലാഭം എടുത്തതിന് ശേഷം ചിലപ്പോൾ 8,000 രൂപ ഉണ്ടെങ്കിൽ ആ 8,000 രൂപയെ കൊടുക്കുള്ളൂ. അതാണ് ആ വ്യത്യാസം കേട്ടോ. ബാങ്ക് എന്ത് ചെയ്യും? അവരുടെ ആ ലാഭം പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ലോൺ എടുക്കുകയാണെങ്കിൽ പലിശ കൂടുതലായിരിക്കും അല്ലെ? ലോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 12% പലിശ നമ്മളൊരു വീട് വെക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ ചെന്ന് ലോൺ എടുക്കും അല്ലെ? അതിന് നമ്മൾ 12% പലിശ കൊടുക്കണം. എന്നാൽ നമുക്ക് ബാങ്ക് തരുന്നോ? ഒരു 7.5% പലിശ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് തരുള്ളൂ. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാട്ടോ. ദി അഡീഷണൽ എമൗണ്ട് എ പേഴ്സൺ പേ while repaying the loan or receiving on a deposit is called interest എന്നാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു പലിശ എത്ര രീതിയിലുണ്ട്? 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റും ഇൻട്രസ്റ്റ് ഓൺ ലോണും അല്ലെ? ഡിപ്പോസിറ്റ് അഥവാ എന്താ പറയാ? ഡിപ്പോസിറ്റേഴ്സ് നിക്ഷേപകർ നൽകുന്ന പലിശയും, ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോവർ വായ്പ സ്വീകരിക്കുന്നവർ നൽകുന്ന പലിശയും. The differences between the two interest rates are, ഈ 2 ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? It helps the banks to meet the expenses and earn profit. ഈ 2 പലിശ ഉള്ളതുകൊണ്ടാണ് ബാങ്കിന്റെ ചെലവുകളൊക്കെ നടത്തിക്കൊണ്ടു പോകാനും ലാഭം ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നത്. ഓക്കെ ആണോടാ കുഞ്ഞുങ്ങളെ പറഞ്ഞ കാര്യം? സെറ്റ് ആണോ? യെസ്. അടുത്ത് നോക്കിക്കേ. Examine the picture given above and find out whether the interest rate is higher for loans and ലോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും, പലിശ എപ്പോഴും ലോൺസിനായിരിക്കും കൂടുതൽ, ഡെപ്പോസിറ്റ്സിന് കുറവായിരിക്കും. ഡെപ്പോസിറ്റ്സിനേക്കാൾ കൂടുതൽ ലോൺസിനായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാണ്. വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് ദാറ്റ് വർ സബ്മിറ്റഡ് ടു ദ ബാങ്ക് along with the filled in the application to open an account? നിങ്ങൾക്ക് ഇപ്പൊ ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആയിരിക്കും നിങ്ങൾ കയ്യിൽ കരുതാ? നോക്കാം നമുക്ക്. ഒന്ന്, ഐഡന്റിറ്റി പ്രൂഫ് വേണം അല്ലെ? നമ്മുടെ തിരിച്ചറിയൽ രേഖ. അത് നിങ്ങൾക്ക് ആധാർ കാർഡോ വോട്ടേഴ്സ് ഐഡിയോ പാൻ കാർഡോ പാസ്പോർട്ടോ എന്ത് വേണമെങ്കിലും കയ്യിൽ കരുതാം, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും. വേറെ അഡ്രസ് പ്രൂഫ്, നമ്മുടെ മേൽവിലാസം തെളിയിക്കണ്ടേ? ഞാൻ ഇന്ന വീട്ടിലെ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ എന്റെ അഡ്രസ്സ് കാണിക്കാനായിട്ട് റേഷൻ കാർഡോ ഇലക്ട്രിസിറ്റി ബില്ലോ ടെലിഫോൺ ബില്ലോ ഒക്കെ കൊണ്ടുപോകാം. പക്ഷെ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എന്തേ കൊണ്ടുപോകുള്ളൂ? ആധാർ കാർഡ് കൊണ്ടുപോകുള്ളൂ. ആധാർ കാർഡ് കൊണ്ടുപോയാൽ
നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയലും അതേപോലെ തന്നെ അഡ്രസ്സ് നമുക്ക് മേൽവിലാസവും ഒരേപോലെ കാണിക്കാം. പിന്നെ എന്ത് വേണം, നമ്മുടെ വളരെ അടുത്തടുത്തുള്ള ഒരു സമീപകാലത്ത് ഒരു 3 മാസം കൂടി വന്ന് 3 മാസം ഗ്യാപ്പിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പാൻ കാർഡിന്റെ കോപ്പി വേണം, ഇനീഷ്യൽ ഡിപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ പ്രാരംഭത്തിൽ എത്ര രൂപയാണോ നിക്ഷേപിക്കാനായിട്ട്, തുടക്കത്തിൽ ചിലപ്പോൾ 500 രൂപയായിരിക്കാം, ചിലപ്പോൾ 1000 രൂപയായിരിക്കാം, ചിലപ്പോൾ 200 രൂപയായിരിക്കാം, എത്രയാണോ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ തുകയും കൂടി കൊണ്ടുപോകാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് ബാങ്ക് അക്കൗണ്ട്? എ ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഫോർ ക്യാരിയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് കസ്റ്റമർ അല്ലെ. ബാങ്ക് അക്കൗണ്ട് ബാങ്കുകളുടെയും ഇടപാടുകാരുടെയും സാമ്പത്തിക ഇടപാട് നടത്താനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമുക്ക് എല്ലാ ഇടപാടുകളും നമ്മൾ നടത്തിയ എല്ലാ ഇടപാടുകളും എവിടെ റെക്കോർഡ് ചെയ്യും? പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ വീട്ടിലെ അമ്മയൊക്കെ ബാങ്കിൽ പോയിട്ട് വന്നിട്ട് പാസ്ബുക്ക് കാണിക്കുന്നേ, ഇതിൽ ഇത്ര രൂപ പതിച്ചിട്ടുണ്ട് കേട്ടോ, ഇത്ര രൂപയും കൂടി അടയ്ക്കാനുണ്ട്, ഇനി ഇത്ര രൂപ എന്റെ അക്കൗണ്ടിൽ ബാക്കിയുണ്ട് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ അതാണ് പാസ്ബുക്ക് കേട്ടോ. എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്നത് പാസ്ബുക്കിലാണ്. നോക്കാം, എനിവൺ അബൌവ് ദ ഏജ് ഓഫ് 10 ക്യാൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബിലോ 10 ഇയേഴ്സ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിലോ അവർക്ക് ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം കേട്ടോ. നമ്മുടെ ഗാർഡിയൻസ്, അച്ഛന്റെയോ അമ്മയുടെയോ കൂടെ അവരുടെയും കൂടി സപ്പോർട്ടോട് കൂടി നമുക്ക് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല പൂർണ്ണ ഉത്തരവാദിത്തം, അച്ഛനും അമ്മയ്ക്കും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. അപ്പൊ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഫോർ ദ സ്റ്റുഡൻസ്? അപ്പൊ നിങ്ങൾ കരുതും മിസ് ഞങ്ങൾക്ക് വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് എന്താണ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഗുണം? ഒന്ന്, നമുക്ക് വേരിയസ് ഗ്രാൻസ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രാന്റുകളോ സ്കോളർഷിപ്പോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ തുക നേരെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടാം. മറ്റൊന്ന് എന്താണ്? ടു ഡിപ്പോസിറ്റ് ആൻഡ് സേവ് ദെയർ പോക്കറ്റ് മണി സേഫ്ലി. നമുക്കിപ്പോ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും ഓണോ വിഷോ പെരുന്നാളോ ക്രിസ്മസോ കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ചെറിയൊരു പോക്കറ്റ് മണി തരും അല്ലെ. ഈ പോക്കറ്റ് മണി നമുക്ക് എന്ത് ചെയ്യാം? സുരക്ഷിതമായിട്ട് ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സ് എന്ന രീതിയിൽ, നിക്ഷേപം എന്ന രീതിയിൽ സൂക്ഷിച്ച് വെക്കാനാവുന്നതാണ്. ടു ലേൺ ദ ഹാബിറ്റ് ഓഫ് സേവിങ്. നമുക്കൊരു സേവിങ് ഹാബിറ്റ് വേണ്ടേ? സമ്പാദ്യശീലം. അപ്പൊ കുട്ടികളുടെ ഇടയിൽ ഈ സമ്പാദ്യശീലം വരുത്താനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അല്ലെ. ആൻഡ് ബേസിക് ബാങ്കിങ് ആക്ടിവിറ്റീസ് ആൻഡ് മണി മാനേജ്മെന്റ്. നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ബാങ്കിങ് പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പണം മാനേജ്മെന്റും എല്ലാം മനസ്സിലാക്കാനായിട്ട് എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കണം. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ട് എടുക്കാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം സഹിതം ബാങ്കിൽ പോവാ, പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക കേട്ടോ. ഓക്കെ അല്ലേടാ പറഞ്ഞത്? യെസ്. ഓക്കെ, അടുത്തത് ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ബാങ്ക് അക്കൗണ്ടുകളാണ്. എന്താണ് ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാങ്ക് അക്കൗണ്ടുകളിനെ നമ്മൾ പ്രധാനമായും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എത്രയാണ്? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്താ? ഇൻഡിവിജ്വൽ അക്കൗണ്ട്. നോക്കാം, ഇൻഡിവിജ്വൽ അക്കൗണ്ട് അഥവാ വ്യക്തിഗത അക്കൗണ്ട്, ഇൻഡിവിജ്വൽ അക്കൗണ്ട് അഥവാ വ്യക്തിഗത അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട് അഥവാ സംയുക്ത അക്കൗണ്ട്. രണ്ടെന്താ? ജോയിന്റ് അക്കൗണ്ട് അഥവാ സംയുക്ത അക്കൗണ്ട്. 3 നോക്കാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് അഥവാ സ്ഥാപന അക്കൗണ്ട്. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് കേട്ടോ. ഇത് 3ഉമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് കേട്ടോ. ബാങ്ക് അക്കൗണ്ട്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നത് ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വിക്ക് ആയിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞു ഡിപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും അല്ലെ, നിക്ഷേപകരും അതേപോലെ തന്നെ വായ്പ സ്വീകരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അത് ആരൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ. രണ്ടും ഒരേ കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണെന്ന് പറഞ്ഞു. പിന്നെ നേരെ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ ബാങ്ക്സ് എന്നുള്ളത് കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എല്ലാ പോയിന്റ്സും പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മളോട് അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ബാങ്ക് ഒരു ലിങ്ക് ആണെന്ന് പറഞ്ഞു അല്ലെ. ബാങ്ക് കസ്റ്റമേഴ്സിന്റെയും അതേപോലെ തന്നെ ബോറോവേഴ്സിന്റെയും ഡിപ്പോസിറ്റേഴ്സിന്റെയും ഇടയിലുള്ള ഒരു ലിങ്ക് ആണെന്ന് പറഞ്ഞു. 2 ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ്സുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? 2 തരത്തിലുള്ള ഡിപ്പോസിറ്റുകൾ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ് അല്ലെ. ഓരോ ഡോക്യുമെന്റ്സും നമ്മൾ എടുത്തു പറഞ്ഞു. അതെല്ലാം എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി എന്താണ് ബാങ്ക് അക്കൗണ്ട്, വാട്ട് ഈസ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിന്റെ ഓരോ പോയിന്റ്സും, എന്തിനാണ് കുട്ടികളായ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട്? ഗ്രാന്റും സ്കോളർഷിപ്സും അതേപോലെ തന്നെ നിങ്ങളുടെ സേവിങ് ഹാബിറ്റ്സും
ബാങ്കിങ് ആക്ടിവിറ്റീസ് എല്ലാം പരിചയപ്പെടുത്താനാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ബാങ്ക് അക്കൗണ്ടുകളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഈ ഓരോ അക്കൗണ്ടുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ വരുന്ന ക്ലാസ്സിൽ അത് ഓരോന്നും എടുത്തെടുത്ത് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതിന്റെ കമ്പാരിസൺ നമുക്ക് വരുന്നുണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഉഷാറായിട്ട് തന്നെ പഠനമൊക്കെ മുന്നോട്ട് പോവുക. സോ എല്ലാവർക്കും ബൈ ബൈ.